ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ദിയ എന്നോട് പറഞ്ഞു നമുക്ക് പ്രിപ്പയർ ചെയ്യണ്ടേ, അപ്പോൾ കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എടുത്താലോ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു പ്രിപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതിങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ദിയ കാര്യം പ്രിപ്പയർ ഒന്നും ചെയ്തില്ല, കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ആളെ പെട്ടെന്ന് ഇറങ്ങി. ആളൊരു മേക്കപ്പ് മായി ഒരു അല്ലേ ഭയങ്കര എന്തായാലും അതിന് പറയാൻ എന്തോ ഒരു ടേം ഇല്ലേനോ, പുട്ടില്ലേ? നാച്ചുറൽ ബ്യൂട്ടിന്റെ ആൾക്കാരാണ്. ഓക്കെ, അപ്പോ ദിയപ്പ ഏകദേശം ഒരു കൊല്ലായി ഇവിടെ പഠിക്കുന്നത്. അപ്പൊ ആ ഒരു കൊല്ലത്തെ എന്റെ ഒരു എക്സ്പീരിയൻസ് ആ ഒരു പച്ചയായ നിന്റെ ഭാഷയിൽ കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ടും കാണുന്നവർക്ക് അത്രയ്ക്കും ആഗ്രഹം ഉണ്ടാകാം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു കൊല്ലം? പറയുമ്പോ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാ പോയത്. ഞങ്ങള് ഫാസ്റ്റ് ആയി പോലെ ഈ ഒരു കൊല്ലം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തന്നെ പോയത്. നമ്മളൊന്നും അറിഞ്ഞിട്ട് തന്നെ ഇല്ല. ഫാക്കൾട്ടി പോലും ഞങ്ങളെ അടിപൊളി ആയിരുന്നു. അവര് ഞങ്ങളെല്ലാ ഓരോരുത്തർക്കും എന്തൊക്കെ വേണമെന്ന് അറിഞ്ഞു തരുന്ന ഫാക്കൾട്ടീസ് ആയിരുന്നു ഞങ്ങളത്. അതുകൊണ്ട് തന്നെ പഠിത്തത്തിന്റെ കാര്യത്തില് ഒക്കെ ഓൾ സെറ്റ് ആയിരുന്നു. പിന്നെ പറഞ്ഞാല് ആ ഒരു കൊല്ലം കൊണ്ട് കുറെ കാര്യങ്ങൾ മനസ്സിലായി. അതേപോലെ ഈ ഹോസ്റ്റൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ജീവിതത്തിൽ ഒരാൾ ഒരിക്കലെങ്കിലും ഒരു ഹോസ്റ്റലിലൊക്കെ നിൽക്കണം എന്ന് ഞാൻ പറയൂ. ഇപ്പോ നമ്മളിപ്പോ എജുപോർട്ടിന്റെ നല്ല ഫുഡാണ് ഹോസ്റ്റലാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായിരുന്നെങ്കിലും ഒക്കെ ആൾക്കാർ ചോദിക്കലുണ്ട് അവിടെ എന്താ കഴിക്കാൻ പോവാണോ, കളിക്കാൻ പോവാണോ, പഠിക്കാൻ പോവല്ലേ ചോദിക്കലുണ്ട്. ആ ഒരു ചോദ്യത്തിനോട് എനിക്ക് എന്താ പറയാനുള്ളത്? എന്തായാലും നമുക്കൊന്ന് മാക്സിമം ലെവലിൽ നമ്മൾ എഫേർട്ട് ഇട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കണം, നമ്മളെ മൈൻഡ് ഓക്കെ ആയിരിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതായത് ഇപ്പോ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഫുഡിൽ അത്ര കാര്യമില്ല, ഹോസ്റ്റലിൽ അത്ര കാര്യമില്ല എന്നൊക്കെ പറയുമെങ്കിലും ഒരു റിപ്പീറ്ററിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഫുഡ് ലഭിക്കുക, നല്ലൊരു ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാകുക എന്നൊക്കെ ഉള്ളത് പഠനത്തിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യമാണെന്ന് പറയാം അല്ലേ? അങ്ങനെ തന്നെ പറയാം. ആൻഡ് ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഞാൻ സത്യം പറയാൻ വന്നപ്പോ ഞാൻ വിചാരിച്ചില്ല ഇതൊരു പാർക്ക് രീതിയിലുള്ളൊരു സംഭവമാണ്. ലൈക്ക് നമുക്ക് ഒരു കാംഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. അത് നല്ല രീതിയിൽ ഒരു പഠനത്തിൽ ഒരു ഇത് കാഴ്ചവെക്കണമെങ്കിൽ ഒന്ന് ആ ഒരു മെന്റലി നമ്മളൊന്ന് ഫ്രീ ആവണം. ആ ഒരു സ്ട്രെസ് ഭയങ്കരമായിട്ട് ഉണ്ടാവാതിരിക്കാന്നുള്ള വലിയൊരു പോയിന്റ് തന്നെയാന്ന് തോന്നുന്നു. നല്ല തണുത്ത കാറ്റ്. ഏത് സിനിമയിലാ അറിയാം? ഏതിലാ സിനിമയ്ക്ക് എത്ര ആരാ പറയുന്നതെന്ന് അറിയോ? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞേ? അല്ല പറഞ്ഞ ഞാനാണ്, അതൊരു ഫിലിമിലുള്ളതാണ്. ഓക്കെ, അത് വടക്കൻ സെൽഫിയില് ടോബിനോ പറയുന്നത്. ആരാ പറയുന്നത്? നിവിൻ പോളിയാണ് പറയുന്നത്. സോ അത് അപ്പോ വേറെ ഇപ്പോ മെന്റേഴ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോ എന്താണ് ഒരു മെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ആദ്യം ഒരു മെന്റർ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് സ്ഥലമാറ്റം കിട്ടി പോയിട്ട് വന്ന വേറൊരു മെന്ററാണ്. ബട്ട് രണ്ടാളും ഈക്വലി ഞങ്ങളെ എങ്ങനെയാണോ ഓരോ മെന്റേഴ്സ് നോക്കേണ്ടത് അതേപോലെ തന്നെ നോക്കിയിട്ടുള്ളത്. ഇപ്പോഴാണെങ്കിലും എന്താ പറയാ, ഞങ്ങൾ എല്ലാ കാര്യത്തിനും നിൽക്കുന്നുണ്ട്. അപ്പോ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോയി പറയാന് ഭയങ്കര ഓപ്പണാ. അപ്പോ നമുക്ക് അങ്ങനത്തെ ഒരു ഗ്യാപ്പ് തോന്നൂല. ഇപ്പോ ഇങ്ങനെ മെന്റലി കുറച്ച് എങ്കിലും ഡൗൺ ആയി നിന്ന ടൈമില് മെന്റർ ഹെൽപ്പ് ചെയ്ത് എന്തെങ്കിലും പെർട്ടിക്കുലർ സിറ്റുവേഷൻ പറയണ്ടോ? പെർട്ടിക്കുലർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ ലൈക്ക് ഈ എക്സാംസിൽ മാർക്ക് കുറയുന്ന ടൈമിലൊക്കെ ഒബ്വിയസ്ലി നമ്മൾ ഡൗൺ ആവുമല്ലോ. അങ്ങനെ ആ ടൈമിലൊക്കെ ഞാൻ നമ്മളെ മെന്ററിന്റെ അടുത്ത് പോയി സംസാരിക്കലും ലൈക്ക് നമുക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എനിക്ക് തന്നിക്കണം കേട്ടോ. ഒരു സിസ്റ്റർ വൈബ് കിട്ടിയിട്ടുണ്ട്, ഒരു മദർ വൈബ് ആണോ? സിസ്റ്റർ വൈബ് തന്നെ, മദർ ഒരു അമ്മന്റെ വാത്സല്യം. അതെ, ചേച്ചി ഞാൻ സിംഗിൾ ചൈൽഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ചേച്ചീന്റെ ഒരു ഇത് നല്ല സംഭവങ്ങൾ വിചാരിക്കുന്നത് എന്താ ഡ്രസ്സൊക്കെ മാറിയെന്ന്. ഡ്രസ്സ് മാത്രമല്ല, ആള് തന്നെ മാറിയിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കണ്ട, ഇത് നമ്മളെ ദിയ അല്ല, നക്ഷത്രയാണ്. അത് നമുക്ക് ആ എന്താണ് ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ട് ആ ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ബാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ വേറൊരു ദിവസം വന്നാണ്. അപ്പോൾ എന്തായി, ദിയക്ക് ചെറിയൊരു എമർജൻസി കുടുങ്ങിയിട്ട് ദിയ ഇവിടെ അല്ല. അപ്പോൾ നക്ഷത്രനെ പൊക്കിയതാണ്. എന്താ ഒരു ക്ഷീണം? നോമ്പെടുത്തിട്ടുണ്ട്. നോമ്പുണ്ട്? എത്ര നോമ്പ് പറ്റി? എല്ലാം എടുത്തിട്ടുണ്ട്. ഈ വരുമ്പോ തന്നെ ഒരു വിശാലതയാണ് കാണുന്നത്. ഒരുപാട് ഇങ്ങനെ കുറെ നല്ല സർക്യൂംസ്റ്റൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. ചെടികളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു പീസ് വൈബ് പുറത്തുള്ളപ്പോൾ തന്നെ അകത്തുണ്ട്. അതെ, പുറത്ത് അതിലും എക്സ്ട്രീം ലെവലാണ്. പുറത്ത് വരുമ്പോ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ആണ് കാണുമ്പോൾ. ഇവിടെ മൊത്തം നമ്മളെ ക്ലാസ് ആണ് ഈ എല്ലാ ഫ്ലോറിലും കിടക്കുന്നത്. നക്ഷത്രന്റെ ക്ലാസ് വരുന്നത് ഇവിടെയാണ്. ഇതാണ് എന്റെ ക്ലാസ് റൂം അല്ലേ? ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. യെസ്,
ഇതാണ് നക്ഷത്രന്റെ ക്ലാസ് റൂം. ഇതെന്ത് തണുപ്പാ ഇവിടെ? നല്ല തണുപ്പുണ്ട്. ഉറങ്ങിപ്പോലുണ്ടോ ക്ലാസ്സില്? ഈ ഒരു ക്ലാസ് റൂമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത് ഇതിന്റെ എവിടെ ഇരുന്നാലും ഏറ്റവും ലാസ്റ്റ് സീറ്റിൽ ഇരുന്നാൽ പോലും വൺ വിസിബിലിറ്റി ആണ് എന്നുള്ളതാണ്. എന്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ വന്നാണ് ഇവിടെ. നല്ല സുഖമുണ്ട് കേട്ടോ. ഇങ്ങനെ ആവശ്യത്തിന് സ്പേസ് ഉണ്ട്, നല്ല കുഷ്യൻ ഉണ്ട്, ആവശ്യത്തിന് ചരിവുണ്ട്, നല്ല കംഫർട്ട് ഉണ്ട്. അതായത് നോട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുപ്പിച്ച് വെക്കാം. ക്ലാസ് കേൾക്കുമ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റിയിരുത്തി ഇങ്ങനെ ഇരിക്കാം. ഫ്രീ ആയിട്ട് കുറച്ചുകൂടെ ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യാം. ഇതാണ് പ്രിഫർ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സീറ്റ്. ഈ സീറ്റ് എത്ര രൂപ വരെ കൊടുത്ത് നീ വാങ്ങും? അങ്ങനെ ചോദിച്ചിട്ട് ലേലത്തിന് വെക്കുകയാണെങ്കിൽ ഒരു 2000, 3, 10, 15, 35, 50, 50, 1 ലക്ഷം, ഒരു തരം, 2 5 ലക്ഷം, 5 ലക്ഷം, 5 ലക്ഷോ? ലേലം വിളിക്കുന്ന ഈ ഒരു ഇതിൽ എനിക്ക് ഏതൊരു ഫിലിമാ ഓർമ്മ വരുന്നത്? ലേലോ താൻ തോന്നി. ഞാനതിങ്ങനെ മൈൻഡിലിട്ട് കളിക്കാ താൻ തോന്നി. ഞങ്ങളുടെ തറവാട്ടിലെ പുറമ്പോക്ക് ഭൂമിയിൽ കിടക്കുന്ന ചേതപ്പുല്ല് ചെത്തി വിറ്റാ കിട്ടും നീ പറഞ്ഞ കൂലി. അപ്പൊ മറ്റ് സീറ്റുകളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ സാറിന് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റൂലേ? പറ്റും. കാരണം ഇതിന്റെ ഇടയിലൊക്കെ നല്ല ഗ്യാപ്പ് ഉണ്ട്. ഓരോ കുട്ടിയുടെ അടുത്തേക്ക് എത്താൻ പറ്റും. ഓരോ കുട്ടീൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇതാ ഓരോ പിന്നെ വരികളിലും എന്തുണ്ട്, വ്യക്തമായ ഗ്യാപ്പ് ഉണ്ട്. ഡിലൊന്നുമില്ലാതെ പറന്നത് വന്നിക്ക. യെസ്, എവിടേക്കാ? ഇത് തുറക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സീൻ ഉണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമാസാന്ന് ഞാൻ പറയും. അതും കൂടി എനിക്ക് പറയാൻ പറ്റില്ല. ഡോർ മണിച്ചിത്രത്തായല്ല, വേറെ ഒരു കിഡു, ഒരു ഐക്കോണിക് കള്ളൻ ഡോറ് തുറക്കുന്ന ഒരു സീൻ. അയ്യോ, ഫ്ലാറ്റ് നമ്പർ 12B. പറ. ഇങ്ങനെ തുറക്കുന്ന ഒരു സീൻ. യെസ്. അപ്പൊ പെട്ടെന്ന് പറഞ്ഞോ, എന്താണ് ഇവിടുത്തെ വൈബ്? എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ആണ്. ശരിക്കും എനിക്കിത് കാണുമ്പോൾ ഒരു ഇന്റർനാഷണൽ ലൈബ്രറി ഫീൽ വരുന്നുണ്ട്. ശരിയാണ്. നമ്മള് അകത്ത് കയറുമ്പോ ഒരു ഇങ്ങനെ ഫോറിൻ ടച്ച് ആണ്. അതെ അതെ, നല്ല രസമാണ്. ഗ്രീനിഷ് ആണ്. യെസ്, ഇവിടുന്ന് പുറത്തേക്ക് നോക്കാൻ നല്ല രസമുണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് നോക്കുന്ന കൂട്ടത്തിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടുന്ന് ആ കാണുന്ന സാധനമല്ലേ, ഇത്ര അടുത്ത്, അതാണ് നമ്മളുടെ ഒരു ബോയ്സ് ഹോസ്റ്റല്. ഈ കാണുന്നതാണ് നമ്മൾ അടുത്ത ബോയ്സ് ഹോസ്റ്റല്. അതിന്റെ അപ്പുറത്ത് കാണുന്നതാണ് നമ്മളെ ഗേൾസ് ഹോസ്റ്റല്. ഒക്കെ ഇവിടെ തന്നെ കാണാം. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാര്യം പറയാം. നമുക്ക് മാർച്ച് 21 ക്രാഷിൻ്റെ ഒരു ബാച്ച് ഉണ്ടായിരുന്നു, അത് ഫില്ലായിട്ടുണ്ട്. ഇനിയിപ്പോൾ മാർച്ച് 27 അടുത്ത ബാച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഫില്ലാണ്. എന്നാലും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ എപ്പോഴാണ് നിങ്ങൾ കാണുന്നതെങ്കിലും ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ May 7 നമ്മളെ നീറ്റ് ജെയ് റിപ്പീറ്റ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ. യെസ്. അപ്പോൾ ഇനി അല്ലാണ്ട് ഇങ്ങനെ വായിക്കുന്ന ആളാണോ? അതെ അതെ, വായിക്കും. ബുക്സ് ഒക്കെ വായിക്കും, നോവൽ വായിക്കും. ഇഷ്ടപ്പെട്ട നോവൽ? ട്വിസ്റ്റഡ് ലവ്. ട്വിസ്റ്റഡ് ലവ് ഉണ്ടാകും. എന്തൊരു ഡയലോഗ് ഉണ്ടല്ലോ ഫഹദിന്റെ. ഖസാക്കിന്റെ ഇതിഹാസം അതന്നെ അറിയാതെ ചോദിച്ചപ്പോ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ടുണ്ടോ? ഖസാക്കിന്റെ വേറെ എന്തോന്നാണ് സ്റ്റോറി ഫേവറേറ്റ് സ്ഥലമായിക്കല്ലേ എന്റെ. പിന്നെ ഈ സ്റ്റോറിൽ വന്നിട്ട് എന്തായിക്കല്? ഇത് ബെൻ, ക്രീം ബെൻ. ക്രീം ബെന്നും പിന്നെ കോഫി. കോഫിയും അത് തന്നെയാണ്. ആ 2 കോംബോ ആണ് എന്റെ ഫേവറേറ്റ്. വേറെ എന്തൊക്കെയാണ് ഇനി വാങ്ങല് ഇവിടുന്ന്? ലേസ് മേടിക്കും. മറ്റേ ഇത് ചോക്ലേറ്റ്സ് കുറെ മേടിക്കും. റൂം കൊണ്ടുവെക്കും. ഇടയ്ക്കെടുത്ത് കഴിക്കും. ചിലപ്പോ കാണൂല, പിള്ളേരൊക്കെ എടുത്തിട്ടുണ്ടോ, ഫ്രണ്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടോ. ഞാനൊരു പ്രാവശ്യം ഏതൊരു നമ്മളെ എസ്കോള ക്യാമ്പസിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അവിടെ ഭയങ്കര അടിപൊളിയാട്ടോ, ഭയങ്കര രസമാണ്. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തോണ്ടിരിക്കുമ്പോ അവിടെ അകത്ത് കയറി നോക്കുമ്പോ വലിയ പാത്രത്തിൽ നിറച്ച് പലഹാരമൊക്കെ 3-4 പാത്രം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. ബുക്സ് ഉണ്ട്. ബുക്സാ? നോട്ട്സ്. നോട്ട്സ് ഉണ്ട്, പെൻ ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് സ്റ്റോറിൽ ബുക്സ് ഉണ്ട്,
പക്ഷെ ലൈബ്രറിയിൽ ചായ അല്ല. ഓ. അതെന്താന്ന് എനിക്ക് മനസ്സിലാകത്തെ. കൊള്ളാം. ആരോടും പറയണ്ട, ആരോടും പറയണ്ട. അതെ, ഡോണ്ട് ട്രൈ അഗൈൻ. ഓക്കെ, സോ ഈ സ്റ്റോറിൽ എനിക്ക് ഏറ്റവും അടിപൊളിയായി തോന്നി എന്താ? സ്റ്റോറിലോ ചേച്ചിമാര്. ഓക്കെ, നൈസ് ആണ്. എന്താ ചേച്ചിന്റെ അടുത്ത് കടം പറയോ? കടം പറയില്ല, അവര് നല്ല ഇതാണ്, നല്ല പാമ്പറിങ് ഒക്കെയാണ് അവരിങ്ങനെ നമ്മള് ചെല്ലുമ്പോ. ചായ കുടിച്ചോ? അങ്ങനൊന്നുമില്ല. അല്ലല്ല, അവരിങ്ങനെ ചോദിക്കും ചിരിച്ചിട്ടൊക്കെ, നല്ല പ്ലസന്റ് ആണ് കാണുമ്പോ തന്നെ. അങ്ങനെ എനിക്ക് സ്റ്റോറിന്റെ തൊട്ടുപ്പുറത്ത് തന്നെയാണ് നമുക്ക് എന്തുള്ളത്, പ്രയർ ഹാൾ ഉള്ളത്. ഇത് ഗേൾസിന്റെ മാത്രമല്ലേ? യെസ്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജുമ കൃത്യം 1 മണിക്കാണ്. അതായത് ഗേൾസിന് ജുമ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, വലിയൊരു വിശാലമായിട്ടുള്ള പ്രയർ ഹാളാണ്. അടിപൊളി അടിപൊളി അടിപൊളി. എക്സാംസിനെ കുറിച്ചൊക്കെ, എക്സാം ഒക്കെ എങ്ങനെയാണ് ഇപ്പൊ നടക്കുന്നത് ഈ ഒരു ടൈം? എക്സാം ഒക്കെ പറഞ്ഞാല് ഞങ്ങക്ക് ഒന്നെങ്കിൽ 2 ദിവസം ഗ്യാപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അതിന്റെ ആ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് എക്സാംസ് ഉണ്ടാവുക. 2 ദിവസം കൂടുമ്പോ എക്സാം? 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം. 3 ദിവസം ഇപ്പൊ ലാസ്റ്റിലേക്കൊക്കെ ഫുള്ള് 2 ദിവസമാണ്. ഇനി ഞങ്ങൾക്ക് ഇപ്പം സീരീസ് ടെസ്റ്റ് ഒക്കെ കഴിയാറായി. ഇനി രണ്ട് ഇതും കൂടി ഉള്ളൂ, 2 സീരീസും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടെസ്റ്റാ. ലൈക്ക് ഫസ്റ്റ് മുതലേ ഉള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെയും കൂടി ഫുൾ ആയിട്ടുള്ള. അപ്പൊ അങ്ങനെ നല്ലൊരു ഷെഡ്യൂളാണ്. ഇപ്പൊ എന്താണ് എന്റെ വരാൻ പോകുന്ന എക്സാമിനൊക്കെ എന്റെ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി എന്താ? സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ തിയറിയിൽ ഇരിക്കും, കുറെ ടൈം അതിൽ. പക്ഷെ തിയറിയിൽ കാര്യം ഇല്ല എന്നല്ല, തിയറി വേഗം ഓടിച്ചിട്ട് പിന്നെ നേരെ തിയറി വേഗം ഓടിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് തറവായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതന്നെ ഇതിൽ ചെയ്യാനുള്ളൂ സ്ട്രാറ്റജി എന്ന് പറയാൻ. ഇപ്പൊ മാക്സിമം ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പോൾ ഇവിടുന്ന് ഒരു പനി എന്തെങ്കിലും വരിക, അപ്പൊ എന്താ ചെയ്യല്? ക്ലാസ് ഒക്കെ മിസ് ആവൂലേ? ക്ലാസ് മിസ്സാവും, പിന്നെ അത് നമ്മൾ ഓവർകം ചെയ്തെടുക്കുക എന്നുള്ളത് ഉള്ളൂ. പിന്നെ ക്ലാസ് പിന്നെ എങ്ങനെ കിട്ടും? അത് ഞങ്ങക്ക് ടാബ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ ടാബ് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ഇപ്പൊ ഇവിടെ ക്ലാസ് മിസ് ആയാൽ കുഴപ്പമില്ല, അന്നത്തെ ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് ടാബിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു 2 ദിവസം പനി പിടിച്ചു വന്നു പോയാലൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇല്ല, ഞങ്ങളെ ഫാക്കൽറ്റീസ് തന്നെ റെക്കോർഡ് ചെയ്തിടുന്ന ക്ലാസ് തന്നെ ആയിരിക്കും അതില്. ഇപ്പോ ഈ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ എങ്ങനെയാ നിങ്ങൾക്ക്? ഡൗട്ട് ക്ലിയറൻസ് നമ്മളെ സാറുമാര് ഫാക്കൽറ്റീസ് തന്നെ ഹോസ്റ്റലിലേക്ക് വരും. അപ്പോ അത് എന്ന് പറഞ്ഞാല് അതൊരു ടൈം ടേബിൾ ഇടും. ഇപ്പൊ ഇന്ന ദിവസം കെമിസ്ട്രിക്കുള്ള സാറാണെങ്കിൽ ഫിസിക്സ് അടുത്ത ദിവസം. അപ്പൊ അന്നത്തേക്ക് ഇപ്പൊ അതുവരെ കഴിഞ്ഞ എക്സാംസിന്റെ ഡൗട്ട് ഉള്ളതൊക്കെ സെറ്റ് ആക്കി വെക്കും. ടെറഫിലൊന്നും കളിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. പക്ഷെ ഇതിങ്ങനെ കാണുമ്പം നമുക്ക് മൈൻഡിന് ഒരു റിലാക്സേഷൻ ആണ് ശരിക്കും. അതെ, ഉണ്ടല്ലോ ഒരു പാർക്ക് രീതിയില്, ലൈക്ക് മൈൻഡിനൊരു കാംനെസ് കിട്ടുന്ന. ഇതാണ് ഇവരുടെ എന്ത് ക്യാൻറ്റീൻ ഓർ മെസ്. അല്ല, അങ്ങനെ സ്പെല്ലിങ്ങിലാവുന്നത്. അതെ അതെ. വെരി ബ്യൂട്ടിഫുൾ ഒരു പ്രിറ്റി റിസോർട്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോറി, മെസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫുഡിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓരോ ദിവസവും ഭയങ്കര മരണമാസ ഫുഡാണെന്നൊക്കെ. ഇപ്പോ റീസെന്റ് ആയിട്ട് എന്തൊക്കെയായിരുന്നു ഫുഡുകൾ ഉണ്ടായിന്? ഡെയിലി ഞങ്ങൾക്കിപ്പോ നോമ്പിന്റെ സീസൺ ആണല്ലോ, അപ്പോ ഞങ്ങക്ക് അല്ലെങ്കിൽ ഡെയിലി ചിക്കൻ ഉണ്ടാവലുണ്ട്. അപ്പോ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ മുന്നേ പോയി ഒരു വീഡിയോ എടുക്കാൻ വന്നപ്പോ ഇനി നല്ല തടിച്ചുരുണ്ടീനല്ലോ. ഫുഡ് ആ ഒരു ടൈം ഭയങ്കര കഴിക്കലായിരുന്നു. അതിപ്പോഴും നല്ല കഴിക്കലുണ്ട്. ഫുഡ് നമ്മള് ഒരു ക്ഷാമം വരുത്താറില്ല. അപ്പൊ അതിനനുസരിച്ച് തടിക്കണുണ്ട്. പക്ഷെ ഇപ്പൊ ഡയറ്റ് ഒന്നുമില്ല. ഡയറ്റ് എന്നൊക്കെ പറയൂ, പക്ഷെ സാധിക്കാറില്ല. എന്നാലും നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ, കാരണം ഫുഡ് എന്തായാലും വേണം. ഫുഡ് ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം പോകും, ലൈക്ക് കൈയൊക്കെ വിറക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മള് ഫുഡിനെ അങ്ങനെ കോംപ്രമൈസ് ചെയ്യില്ല. അതെ, തിന്നില്ലേ കൈ വറക്കും. നോമ്പുറക്കുള്ള പരിപാടിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബിരിയാണിയാണെന്നാണ് എനിക്ക് കിട്ടിയ ഇന്റലിജൻസ് റിപ്പോർട്ട്. നോമ്പ് തുറക്കാനുള്ള സിമ്പിൾ സാധനങ്ങളാണിത്. എടുത്ത് കഴിച്ചോ? നോമ്പൊന്നുമില്ല. എനിക്ക് എന്താ വേണ്ട ഇനി കഴിച്ചോ? എന്നെ ആരും ഒന്നും പറയൂല. ഓ, അതിനെന്താ, കാത്തിരിക്കായിരുന്നു. കഴിച്ചോണ്ട് പറഞ്ഞോ? നിങ്ങൾ കഴിക്കേ? അല്ല, എനിക്ക് നോമ്പാ.
ഓ സോറി നമുക്ക് ഓർക്കാനായല്ലോ അല്ലേ. മെയിൻ ആയിട്ട് ഇവിടുത്തെ ഹൈലൈറ്റ് ആണ് ചിക്കൻ കടായി. അതിനെയാണ് ഫാൻസ് കൂടുതൽ. പിന്നെ നമ്മളെ ബിരിയാണി കിട്ടലുണ്ട്, അതേപോലെ പിന്നെ ചിക്കന്റെ കറി കിട്ടലുണ്ട്, ലൈക്ക് നമ്മളെ നെയ്ച്ചോറും കറിയും. അപ്പോൾ പിന്നെ ചില ഫുഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ കിട്ടണേ അതേ ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു സംഭവം ഇങ്ങനെ വരാനുണ്ട്. പിന്നെ അതേപോലെ ഉച്ചക്കത്തെ ഫുഡാണെങ്കിൽ പച്ചക്കറി ആയിരിക്കും, കാരണം നൈറ്റ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ. അപ്പം ഉച്ചയ്ക്ക് ഒന്നെങ്കിൽ മറ്റേ ചീരക്കറി, അങ്ങനെ ഓരോ കറികൾ, പയറും പപ്പടം, അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ. അതായത് ചിക്കനും ഒക്കെ ഉണ്ടാകുന്നതിന്റെ അപ്പുറം തന്നെ ഒരു ഹെൽത്തി ഐറ്റവും മെയിൻറ്റെയിൻ ആവുന്നുണ്ട്. ആ ഒരു ദിവസം ഒരു നേരം ചിക്കൻ ആണെങ്കിൽ അടുത്ത നേരം കുറച്ച് പച്ചക്കറിയൊക്കെ തന്നിട്ട് ഒന്ന് റെഡിയാക്കാൻ നോക്കുന്നത്. വൈമ നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. ബിലാൽ മുഹസിൻ, ഡോക്ടർ ബിലാൽ മുഹസിൻ സാർ. ബിലാൽ സാറിന് എപ്പോ കിട്ടിയതാണ്? ഒന്ന് ഒരു ക്യാമ്പസ് ടൂർ നടത്തിയായിരുന്നു. അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോവാണ്. ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ക്യാമ്പസ്, അതാണ് ഹോസ്റ്റൽ. ഒന്ന് ശീലേട്ടാ ഒന്ന് അത് നമ്മൾ ബാക്ക് ഷോട്ട് ഇടും. അപ്പം ബിലാൽ സാറേ ഇതാണ് നമ്മളുടെ ഹോസ്റ്റൽ. ഇപ്പോഴും ശരിക്കും എല്ലാരും കണക്കല്ലേ. അതാണ് ബിലാൽ സാർ പണ്ടേ ചളിയാണ്. ഇത് 3-4 ആളൊക്കെ ആയി കഴിഞ്ഞാൽ പഠിപ്പൊക്കെ വളരെ ഗ്രാൻഡ് ആയിട്ട് പോകുന്നുണ്ട്. ഗ്രാൻഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതെ. ഇനി എന്താ അടുത്ത എക്സാം? ഇനി മറ്റന്നാളുണ്ട്, ക്യുമുലേറ്റീവ് ആണ് ഫുള്ള്. അപ്പൊ എക്സാമിന്റെ ഇടയിൽ ഈവനിങ് ഒക്കെ ഒന്ന് കുറച്ചേരം റിലാക്സ് ചെയ്യും. ഓ റിലാക്സ് ചെയ്യാൻ ഇവിടെ അത്യാവശ്യം ഇതൊക്കെ ഉണ്ട്. ലൈക്ക് നമുക്ക് പഠിക്കാനുള്ള പോലെ തന്നെ ഈക്വലി മെന്റലി ഓക്കെ ആക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ. അപ്പൊ പഠിപ്പൊക്കെ ഉഷാറായി ഇങ്ങനെ പോകുന്നുണ്ട്. ക്യുമുലേറ്റീവ് ആണോ? അതെ, ക്യുമുലേറ്റീവ് ആണ്. ക്യുമുലേറ്റീവ് എക്സാം മറ്റന്നാള്. അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ നിങ്ങളെ ഹോസ്റ്റലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം, എല്ലാരെയും ഒന്ന് കാണാച്ചിട്ട് വന്നതാണ്. പിന്നെ ഹായ്, ഇതാ നമ്മളെ സെക്യൂരിറ്റി അബൂക്ക, നമ്മളെ ഓൾ ഇൻ ഓൾ. അബൂക്ക സീനാണ്, നമ്മളെ ഓൾ ഇൻ ഓൾ. പഠിക്കുന്നുണ്ടോ? ഓക്കെ. ഇപ്പൊ ഇവിടുത്തെ റൂംമേറ്റ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ഓ റൂംമേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹൈലൈറ്റ് അതാണ്. കാരണം കേരളത്തിലെ എല്ലാ ജില്ലയിലും കമ്പനിക്കാരായി. അതിനോട് ഇപ്പൊ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മള് വഴിയെറ്റി പോവില്ല. എന്റെ ലാംഗ്വേജ് ഒക്കെ അല്ലെങ്കിൽ ഭാഷ ഇടുക്കി ഭാഷയൊക്കെ ആയി പോയ പല ഭാഷകളും. ഇപ്പൊ എന്റെ റൂംമേറ്റ്സ് ആലപ്പുഴക്കാരാണ്. ഒരു ഇതേപോലെ ലൈക്ക് നമ്മളെ മേലെ എന്ന് പറയണേല് മണ്ടേല് എന്ന് പറയാം. അപ്പൊ അതെ, കാസർഗോഡ്. അതെ, നമ്മക്ക് തന്നെ മനസ്സിലാവില്ല ചിലതൊന്നും. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതാണ് പറഞ്ഞിട്ട് പറയുമ്പോഴാണ് നമുക്ക് ഇതാണില്ലേ. അബൂക്കനെ എന്തായാലും കണ്ട സ്ഥിതിക്ക് അബൂക്ക എന്താണ് ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു വൈബ്? വളരെ ഉഷാറല്ലേ ഇവിടെ. കുട്ടികൾക്കൊക്കെ നല്ല നല്ല സെറ്റപ്പും ഭക്ഷണവും എല്ലാ കാര്യത്തിലും വളരെ വർക്കേഴ്സ് ആയിക്കോട്ടെ, മെൻറ്റർമാരും വാർഡന്മാരും എല്ലാം വളരെ ഉഷാറാണ്. സാറന്മാരൊക്കെ വളരെ നല്ല അടിപൊളിയായിട്ട്. കുട്ടികൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഒരിക്കലും ഇവിടെ തോന്നിയിട്ടില്ല. കുട്ടികൾക്ക് എപ്പോഴും ഹാപ്പിയാണ്, 100%. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ അച്ഛന്മാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് ഒരു ചിന്ത ഉണ്ടാവും, ഇത് സേഫ് ആണോ? ദൂരെ ഇപ്പൊ ചിലപ്പം തിരുവനന്തപുരത്തുള്ള ആൾക്കാരായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാകുക. അവർക്ക് തോന്നും ഇത്രയും ദൂരെ മലപ്പുറത്ത് ഈ ഒരു സ്ഥലത്ത് കൊണ്ടാക്കുമ്പോൾ എൻ്റെ മോൾ സേഫ് ആണോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും. 100% സിറ്റുവേഷനാണ് ഈ ഹോസ്റ്റല്. ആ കാര്യം നമുക്ക് ഉറപ്പ് പറയാം. നമുക്ക് പ്രത്യേകിച്ചും മലപ്പുറത്താകുമ്പോൾ ഇവിടെ യാതൊരു പ്രശ്നങ്ങളോ ഒരു കാര്യത്തിലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവണ ഹോസ്റ്റലല്ല ഇതൊരിക്കലും. പ്രത്യേകിച്ച് ഏരിയ ഒക്കെ ഏറ്റവും സേഫാണ്. അപ്പൊ എല്ലാവരുടെയും സേഫ്റ്റിക്കായിട്ട് അബൂക്ക എന്തായാലും ഒരുപാട് കാലം ഇവിടെ ഉണ്ടാകട്ടെ ഞങ്ങൾ ആഗ്രഹിക്കാണ്. പിന്നെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അത്യാവശ്യം ഈ സ്റ്റഡി ഹോൾ ഫെസിലിറ്റി ഉള്ളതിനോണ്ട് തന്നെ നമുക്ക് അവിടെ ഇരുന്നിട്ട് തന്നെ ഒരു കാം അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പഠിക്കാൻ പറ്റും. പക്ഷെ നമുക്കിപ്പോൾ വല്ല നെഗറ്റീവായിട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചടപ്പ് വരും. അപ്പോൾ നമുക്ക് ഫ്ലോറിൽ വന്നിരുന്ന് പഠിക്കാം. ഈ ഫ്ലോറിൽ വന്നിരുന്ന് പഠിക്കാനുള്ള പെർമിഷൻ എടുക്കാൻ പറ്റും. പെർമിഷൻ എടുത്തിട്ട് വന്നിരുന്ന് പഠിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ സ്റ്റഡി ഹോളിൽ എന്നെ ഇരുന്ന് പഠിക്കണമെന്നില്ല, എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പക്ഷേ അത് ആന്റിയുടെ അടുത്ത് പറയണം. അതായത് പെർമിഷൻ എടുക്കണം, അല്ലെങ്കിൽ സ്റ്റഡി ഹോളിൽ. സ്റ്റഡി ഹോളിൽ ഇപ്പൊ ഉച്ചക്കൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ അത്ര ഒരു കംഫർട്ട് ഉണ്ടാവും, പ്രത്യേകിച്ച് അത് മോളിലല്ലേ. അതെ, പക്ഷെ ഞങ്ങളെ സ്റ്റഡി ഹോൾസ് എന്ന് പറഞ്ഞാൽ AC ഫെസിലിറ്റീസ് ഉള്ളതാണ്. AC ഉണ്ട്. പക്ഷെ ഇപ്പം ക്രാഷുകാർ വരുന്നതിനോണ്ട് തന്നെ ലൈക്ക് നമ്മൾ ഓരോരോ സ്റ്റഡി ഹാളായിട്ട് 2 സ്റ്റഡി ഹാൾ ഞങ്ങൾക്ക്, ബാക്കി അവർക്ക്. ഇപ്പോ ഇങ്ങനെ നേരത്തെ പറഞ്ഞില്ല, അതായത് എന്താ ഒരു ചേച്ചിയുടെ സ്നേഹമാണ് മെന്റർ തരുന്നത്. അങ്ങനെയെങ്കിൽ വാർഡൻ ആര് സ്നേഹ തരുന്നത്? വാർഡൻ എന്ന് പറയുമ്പം
ലൈക്ക് നമുക്ക് നമ്മളെ അമ്മയുടെ ഓക്കെ അമ്മക്ക് നമ്മൾക്ക് അതെ നമ്മൾക്ക് ലാംഗ്വേജ് ഞാനും അങ്ങനെ തന്നെ പറയില്ല വെറുതെ ഒന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വാർഡൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പക്ക ആയിട്ട് ആ സ്ട്രിക്റ്റ് ഷെഡ്യൂൾ ഫോളോ ചെയ്യും. അതോടെ തന്നെ നമ്മളെ നിൽക്കേണ്ട കാര്യങ്ങളിലൊക്കെ നിന്ന് ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്ന ഒരു ആളാണ് നമ്മളെ വാർഡൻ. സ്ട്രിക്റ്റ് ആണെങ്കിലും താവണ്ടോടത്ത് താവും. ലൈക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട സമയത്ത് സപ്പോർട്ടീവ് ആണ്. കോളിംഗ് ടൈം ആണോ? കോളിംഗ് ടൈം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. കോളിംഗ് ടൈം കഴിഞ്ഞ് കോളിംഗ് ടൈമിലാണ് ഇവിടെ മൊത്തം കുട്ടികൾ ഇവിടെ ഫുൾ ഇതിന്റെ കോളിംഗ് ടൈം പോയി. ഇനി അടുത്ത ദിവസം നോക്കാം. ഒരു മെസ്സ് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട് ക്യാമ്പസിന്റെ അകത്തുള്ള. പക്ഷെ ഇത് ഇവിടെ ഗേൾസ് ഹോസ്റ്റലിന്റെ അകത്തുള്ള ഒരു കിടുക്കാച്ചി മെസ്സ്. വാവ്, ബ്യൂട്ടിഫുൾ, അടിപൊളി മെസ്സ്. ഇവിടെ കുറച്ച് ഇവിടെ ഇത് ആ ഭാഗത്ത് തന്നെ കഴിക്കാം. അത് നമ്മൾ ക്യാമ്പസിന്റെ അകത്ത് കണ്ട മെസ്സ് പോണ തന്നെ അത്യാവശ്യം വിശാലമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മെസ്സാണ് ഗേൾസ് ഹോസ്റ്റലിന്റെ അകത്തുള്ളത്. എനിക്ക് തോന്നുന്നത് ഒരു ഊഹം ശരിയാണെങ്കിൽ ഇവിടെ ഒരു 300 കുട്ടികൾക്ക് അറ്റ് എ ടൈം എന്താ ഭയങ്കര വിശാലമായിട്ട് ഇരുന്ന ഒരു 300 കുട്ടികളെങ്കിലും ഉറപ്പായിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. ഒരുപാട് ഫാനുകളുണ്ട്, നല്ലൊരു വൃത്തി, നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജാതി ഒരു പൊടി ഇവിടെ കാണില്ല. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിരിക്കും. സിംപ്ലി ബ്യൂട്ടിഫുൾ. തിരിച്ചു വരുമ്പോൾ നമുക്ക് വീണ്ടും ബിലാൽ സാറിനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ബിലാൽ സാർ, ഞങ്ങൾ ഇതാ ഈ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ തന്നെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ മൊത്തം വൈബുകളും കണ്ടു കഴിഞ്ഞു, കവർ ചെയ്ത് കഴിഞ്ഞു. യെസ്, അപ്പോൾ ബിലാൽ സാർ നമ്മളെ ക്രാഷിൻ്റെ ബാച്ച് തുടങ്ങാൻ പോവുകയാണല്ലോ, അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാൻ. അതിനെക്കുറിച്ച് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഞാൻ എപ്പം പറയുന്നതാണ്, സിമ്പിൾ ലോജിക്, ഇതൊരു മത്സര പരീക്ഷയാണ്. ഒരു മത്സര പരീക്ഷയിൽ നമ്മൾ എങ്ങനെയും ബാക്കിയുള്ളവരെക്കാൾ മുന്നിലേക്ക് എത്തുക എന്നുള്ളതാണ്. അങ്ങനെ മുന്നിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഏർലി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ബാക്കിയുള്ളവരെക്കാൾ മുൻപ് നിങ്ങൾ ഏതൊക്കെ ലെവലിൽ മുന്നിലേക്ക് എത്താൻ പറ്റുമോ എല്ലാ രീതിയിലും എത്തണം. ഏറ്റവും ഏർലി ബാക്കിയുള്ളവരെക്കാൾ മുന്നേ ഞങ്ങൾ തുടങ്ങണം. അങ്ങനെ തുടങ്ങിയാൽ മാത്രമേ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ദിയയോട് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ചില കുട്ടിയൊക്കെ ഉണ്ട് +2 കഴിഞ്ഞ് ഇനി ഒരു 2 മാസം റിലാക്സ് ചെയ്തിട്ടൊക്കെ എൻട്രൻസ് കോച്ചിങ്ങിന് പോകാമെന്ന്. നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ റിലാക്സ് ചെയ്ത് അങ്ങനെ ആകെ ഒരു എന്താ പറയുക, ഒരു ആക്റ്റീവ് അല്ലാത്ത ആളുകൾക്കുള്ള പ്രൊഫഷനല്ല മെഡിസിൻ. നിങ്ങൾ മെഡിസിനിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മെഡിസിൻ എന്ന് പറയുന്നത് എപ്പോഴും പെർസീവറൻസ് ഉള്ള, എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയുള്ള, സ്ഥിരോത്സാഹമുള്ള ആളുകൾക്കുള്ളതാണ് മെഡിസിൻ. സോ യു ഷുഡ് സ്റ്റാർട്ട് അറ്റ് ഏർലി പോയിന്റ്. അതിലുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് എന്ത്, നമ്മൾ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാന്നുള്ളത്. ക്രാഷിനെ മാക്സിമം നന്നായിട്ട് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ടോപ്പ് റാങ്കിൽ നിൽക്കുന്ന കുട്ടികളെല്ലാം, ഇപ്പോൾ എജുപോർട്ടിൽ തന്നെ നമ്മൾ ടോപ്പ് റാങ്കേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ക്രാഷിന് വന്ന ആളുകളാണ്. അത് ക്രാഷിന് വന്നുള്ളതുകൊണ്ട് എന്താ, അവർക്ക് ആദ്യം തന്നെ ഒരു ഐഡിയ കിട്ടി, ആ ഒരു പാറ്റേണിൽ മുന്നോട്ട് പോകാൻ പറ്റി. അപ്പോൾ അത്ര തന്നെ പറയാനുള്ളത്. ഓക്കെ, യെസ്. ദിയക്ക് എന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കാനുണ്ടെങ്കിൽ ഇനി പറഞ്ഞ് അവസാനിപ്പിച്ചോ. അവസാനിപ്പിക്കാറ് എജുപോർട്ട് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ പെർസീവറൻസ് ആണ് വേണ്ടത്. അപ്പം അത്ര തന്നെ പറയാന്. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ ബിലാൽ സാറെ നമുക്ക് അങ്ങ് ഉപസംഹരിച്ചേക്കാം. നന്ദി, നമസ്കാരം.